ഹലോ ഓൾ. ഈ വീഡിയോയിൽ നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: 2025 നാവികസേനാ ദിനാഘോഷത്തിന് വേദിയാകുന്നത് ശംഖുമുഖം. ശംഖുമുഖത്ത് വെച്ചിട്ടാണ് 2025 നാവികസേനാ ദിനാഘോഷം നടക്കുന്നത്. അടുത്തത് 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ 2025-26 ഫൈനൽ റൗണ്ട് മത്സരങ്ങൾക്ക് വേദിയാകുന്ന സംസ്ഥാനം ആസാം. 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനൽ റൗണ്ട് നടക്കുന്നത് ആസാമിൽ വെച്ചിട്ടാണ്. പ്രഥമ മാർഗി സതി സ്മൃതി പുരസ്കാരം ലഭിച്ചത് കലാമണ്ഡലം ഗോപി. പ്രഥമ മാർഗി സതി സ്മൃതി പുരസ്കാരം ലഭിച്ചത് കലാമണ്ഡലം ഗോപി. ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1. ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ കോറൽ റീഫ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ NCRRI സ്ഥാപിക്കുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ കോറൽ റീഫ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നത് ആൻഡമാൻ നിക്കോബാറിൽ വെച്ചിട്ടാണ്. ദേശീയ സീനിയർ അത്ലറ്റിക്സ് ഓവറോൾ ചാമ്പ്യന്മാരായ ടീം കേരളം. ദേശീയ സീനിയർ അത്ലറ്റിക് ഓവറോൾ ചാമ്പ്യന്മാരായ ടീം കേരളം. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ രണ്ടാമത്തെ റെയിൽ പാലം നിലവിൽ വരുന്നത് നയാഗഡ്, ഒഡീഷ. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ രണ്ടാമത്തെ റെയിൽ പാലം നിലവിൽ വരുന്നത് നയാഗഡ്, ഒഡീഷയിലാണ്. അടുത്തത് 12,000 വർഷമായി നിദ്രയിലായിരുന്ന എത്യോപ്യയിലെ ഏത് അഗ്നിപർവ്വതമാണ് 2025 നവംബറിൽ പൊട്ടിത്തെറിച്ചത്? ഹെയ്ൻലി ഗബ്ബി. 12,000 വർഷങ്ങളായിട്ട് നിദ്രയിലായിരുന്ന എത്യോപ്യ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുണ്ടായിരുന്ന അഗ്നിപർവ്വതം 2025 നവംബറിലാണ് പൊട്ടിത്തെറിച്ചത്. അത് എവിടെയായിരുന്നു? ഏത് അഗ്നിപർവ്വതമായിരുന്നു? ഹെയ്ൻലി ഗബ്ബി. നാഷണൽ ലീഗൽ റിസർച്ച് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായി നിയമിതമായത് ജസ്റ്റിസ് വിക്രംനാഥ്. നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായി നിയമിതമായത് ജസ്റ്റിസ് വിക്രംനാഥ്. കേരള ബാങ്കിൻ്റെ പുതിയ പ്രസിഡൻ്റായി നിയമിതമായത് പി മോഹനൻ. കേരള ബാങ്കിൻ്റെ പുതിയ പ്രസിഡൻ്റായി നിയമിതമായത് പി മോഹനൻ. 10 ക്വസ്റ്റ്യൻസാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ 10 ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. കേരള ബാങ്കിൻ്റെ പുതിയ പ്രസിഡൻ്റായിട്ട് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത് പി മോഹനൻ. നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ട് നിയമിതമായിട്ടുള്ളത് ജസ്റ്റിസ് വിക്രംനാഥ്. ലീഗൽ റിസർവ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് വിക്രംനാഥാണ്. 12,000 വർഷമായിട്ടുണ്ടായിരുന്ന നിദ്രയിലായിരുന്ന എത്യോപ്യയിലെ ഏത് പർവ്വതമായിരുന്നു പൊട്ടിത്തെറിച്ചത്? ഹെയ്ൻലി ഗബ്ബി. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ രണ്ടാമത്തെ റെയിൽ പാലം എന്ന് പറയുന്നത് നയാഗഡ്, ഒഡീഷയിലുള്ള നയാഗഡായിരുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളമേറിയ രണ്ടാമത്തെ റെയിൽ പാലം. ദേശീയ സീനിയർ അത്ലറ്റിക് ഓവറോൾ ചാമ്പ്യന്മാരായത് കേരളം. ദേശീയ സീനിയർ അത്ലറ്റിക് ഓവറോൾ ചാമ്പ്യന്മാരായത് കേരളമാണ്. ഇന്ത്യയിൽ ആദ്യത്തെ നാഷണൽ കോറൽ റീഫ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിക്കുന്നത് ആൻഡമാൻ നിക്കോബാർ. NCRRI. ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1. പ്രഥമ മാർഗി സതി സ്മൃതി പുരസ്കാരം ലഭിക്കുന്നത് കലാമണ്ഡലം ഗോപി. 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനൽ റൗണ്ട് നടക്കുന്നത് ആസാമിൽ വെച്ചിട്ടാണ്. 2025 നാവികസേന ദിനാഘോഷം നടക്കുന്നത് ശംഖുമുഖത്ത് വെച്ചിട്ടാണ്. താങ്ക് യു ഓൾ.